മിസ്ത്രി മിസ്ത്രി എന്ത് പണിയാ മേസ്ത്രി കാണിക്കുന്നത്? 4-5 മാസമല്ലേ സ്റ്റഡി ടേബിൾ ഉണ്ടാക്കാൻ പൈസ മേടിച്ചോണ്ട് പോയിട്ട്. അതെ, ഞാൻ വേറെ കുറച്ച് പണിത്തിരക്കിലായി പോയി, അത് കാരണമാണ്. ഉണ്ടാക്കി തരാം. ഇപ്പൊ ആളെയും കാണാനല്ലേ പൈസ ഇല്ല. എന്താ പ്രശ്നം വെച്ചാൽ ഞാൻ വേറൊരു അത്യാവശ്യം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മേസ്ത്രി. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഒരാഴ്ചക്കകത്ത് ഒന്നേ എന്റെ കാശ്, അല്ലെങ്കിൽ ടേബിള്, അല്ലെങ്കിൽ ഞാൻ തന്നെ കോടതി എത്തി കേട്ടോ. എന്താണ്? ഓൻ പണിക്ക് വിളിക്കാൻ വന്നാണേ. അല്ല, ഓനെന്താ ചീത്ത പറഞ്ഞു പോണ പോലെ കേട്ട്? ചീത്ത പറഞ്ഞല്ലേ, അത് അഡ്വാൻസ് വെച്ചോ എന്റെ അടുത്ത്. അഡ്വാൻസോ? ഞാൻ അഡ്വാൻസ് ഒന്നും വേണ്ടപ്പാ. വാങ്ങിയില്ലേ? അയ്യേ, കോഴിക്കോട് പണിയാനാണേ. എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് അഡ്വാൻസ് വാങ്ങാറുന്നില്ലേ? വേണ്ട അതൊന്നും ശരിയല്ല. പിന്നെ ആ അഡ്വാൻസ് വാങ്ങി വെച്ചിട്ട് പിന്നെ പണിക്ക് പോകാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓന്റെ വാലിരിക്കണ ഞാൻ കേൾക്കണം എന്ത് കാര്യത്തില്. അത് വേണ്ടാറ്. എന്നെ കോഴിക്കോടൊക്കെ ഏതെങ്കിലും പൊട്ടാശ്ശേരി പേരെ വിളിച്ച് പഠിച്ചോളാം പറഞ്ഞു തരും. അല്ലടപ്പോ 10 കായ് കിട്ടിയായിരുന്നല്ലോ. എന്ത് കായ് ഉണ്ടോടെ നിന്ന്? ഓനൊക്കെ എന്ന് നേരാവണ് ചച്ചാല്. ഒന്നിങ്ങോട്ട് വന്നേ. എന്തേ? വരൂ. എന്താ കാര്യം തരാ? ഇങ്ങോട്ട് വാന്ന്. എന്താണ്? ആരായിരുന്നു അത്? പരിക്കുട്ടി. ഓ, അത് പരീക്കുട്ടിയായിരുന്നു. ഏട്ടാ, അയാൾ ഏട്ടനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്താന്ന് വെച്ചാൽ കാര്യം പറ. നേരത്തെ വന്നാളല്ലേ, അത് മൂപ്പര് പണിക്ക് വിളിക്കാൻ വേണ്ടി വന്നതാണ്. എന്തിനാ ഇങ്ങനെ എന്നോട് നോണ പറയുന്നേ? കാര്യം പറയൂ. ഒന്നുമില്ല, അത് മൂപ്പര് ഒരു 8000 ഉറുപ്പിക എനിക്ക് തന്നിട്ടുണ്ടായിരുന്നേ. 8000 രൂപയോ? എന്താ 8000 എന്ന് കേട്ടില്ലേ? ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെന്താണ്? നിങ്ങൾ എന്ത് ചെയ്തു? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഞാൻ പറയണത്? മൂപ്പരുടെ കുട്ടികൾക്ക് മറ്റേ ഈ പഠിക്കണ സ്റ്റഡി ടേബിൾ ഇല്ലേ, അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. പിന്നെ മരം എടുക്കലും അത് പണിഞ്ഞു കൊടുക്കലും ഒന്നും നടന്നില്ല ഈ പണിത്തിരക്കിന്റെ ഇടയിൽ. ഇനി ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു ഞാന്. ഓ, നിങ്ങളുടെ പണിത്തിരക്ക്. നിങ്ങളോട് വെറുതെ കുത്തിരിക്കല്ലേ മനുഷ്യ? എന്നിട്ട് ആ കാശ് എന്ത് ചെയ്തു? കാശ് എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്യും? കാശ് വീട്ടിലെ ഒരാവശ്യത്തിന് വേണ്ടി ചെലവാക്കി. അതന്നെ. ഈ കുപ്പി വാങ്ങിക്കാനുള്ള കാശൊക്കെ എവിടെ നിന്നായിട്ടേ? കുപ്പി വാങ്ങിക്കാനുള്ള പൈസയോ? അങ്ങനെ ഉണ്ടാവും. കാര്യം ചോദിച്ചപ്പോ നിങ്ങൾ കഥകളി കാണിക്കുകയാണ്. അപ്പൊ കഥകളി നിനക്ക് മനസ്സിലാവുമല്ലേ? അപ്പൊ ആ പൈസ മുഴുവൻ കുടിച്ചു തീർത്തു, അതല്ലേ സത്യം? നീ ഒരു ഗ്ലാസ് കട്ടൻ ചാട്. കട്ടൻ? നിങ്ങളുടെ കട്ടൻ കാര്യം പറയട്ടാ. കാശ് മുഴുവൻ തീർത്തോ? എടി, നീ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കണ എന്തിനാണ്? വരുന്നു. ഒന്നുമില്ല, ഞാനേ വെറുതെ ഈ വഴി പോയപ്പോ ഒന്ന് കയറിയെന്ന് മാത്രമേ ഉള്ളൂ. അതെയാ? മല്ലിക വീട്ടിലാണോ? മല്ലിയൊക്കെ വീട്ടിലുണ്ട്. ജോസേട്ടൻ ഇപ്പൊ അങ്ങോട്ട് പുറത്തേക്ക് പോയതേ ഉള്ളൂ. ഞാൻ കണ്ടു, പുറത്ത് കണ്ടു. അതെയാ? എങ്ങനെയുണ്ട് ഇപ്പൊ മറ്റേ ബ്യൂട്ടി പാർലറിന്റെ ഒക്കെ പരിപാടി? അത് കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. അതെല്ലേ? ഞാൻ ഇടയ്ക്ക് ജോസൂട്ടോട് പറയാറുണ്ടേ, അല്ല എങ്ങനെയെങ്കിലും ഏതെങ്കിലും പരിചയത്തിലൊക്കെ ഉള്ള ആളുകളൊക്കെ കാൻവാസ് ചെയ്തിട്ട് കൊണ്ടുവന്ന് കൊടുക്കണം അവൾക്ക്. ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. ഞാൻ വന്നതെന്താന്ന് വെച്ചാലേ, ഒരു ചെറിയ ഒരു പൈസയുടെ തിരിമറി വേണം. കാര്യമൊന്നുമില്ല, ഞാൻ ഒരു 3-4 മാസം മുമ്പ് ഒരു ചങ്ങായി എനിക്കൊരു 8000 ഉറുപ്പിക തന്നു. അപ്പോൾ കുട്ടികൾക്ക് മറ്റേ ഈ സ്റ്റഡി ടേബിൾ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടേ. അപ്പോൾ അത് മരം എടുത്തിട്ട് പണിത് കൊടുക്കാമെന്നായിരുന്നു കരാറ്. ഞാൻ ഈ പൈസ ആയിട്ട് വീട്ടിൽ വന്ന സമയത്ത് അളിയൻ വന്നു. നമ്മുടെ കോയമ്പത്തൂർ അളിയുണ്ടല്ലോ, സുമയ്ക്ക് എന്തോ ഒരു അത്യാവശ്യമുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് പറയുമ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ കൊടുക്കാണ്ടിരിക്കുക? അപ്പം ഞാൻ ഈ പൈസ എടുത്തിട്ട് നേരെ അളിയന് കൊടുത്തു. ഞാനിപ്പോൾ കൊടുക്കുമ്പോൾ അമ്മോടും പറഞ്ഞിട്ടില്ല, മല്ലിയുടെ അടുത്തും പറഞ്ഞിട്ടില്ല. അപ്പം എന്താ ഇപ്പം ഞാൻ അതിനൊക്കെ പിന്നെ അവരോട് സമാധാനം പറയേണ്ടി വരും. ഇപ്പം എന്താ വെച്ചാൽ ആ സാധനം കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു 8000 ഉറുപ്പിക ഒന്ന് ചെറിയൊരു തിരിമറിക്ക് കിട്ടിയാൽ വലിയ ഉപകാരമായി.
എന്റെ കയ്യിലൊരു 15,000 രൂപ ഇരിപ്പുണ്ടായിരുന്നു. എന്തിനാ 15,000 പാട്ടാ 8 മതി. അയ്യോ അതല്ല, ഇപ്പൊ പാസ്സായിട്ട് വരുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഇച്ചാൻ എന്തോ ആവശ്യം പറഞ്ഞിട്ട് ആ പൈസ മേടിച്ചോണ്ട് പോയത്. പറ്റിച്ചു. വാസുവേട്ടൻ ഒരു കുറച്ച് മുന്നേ ഒന്ന് വന്നിരുന്നെങ്കിലോ. ആ അതെല്ലേ, ചെയ്യാനാ? അത് കുഴപ്പമില്ല, ഞാൻ വേറെ അടുത്തും നോക്കാം. ചായ എടുക്കട്ടെ? ചായ ഒന്നും വേണ്ട. അപ്പൊ ഇനി വേറെ ആരോടെങ്കിലും ചോദിക്കാം. ശരി എന്നാ കേട്ടോ. മല്ലിക ഞാൻ തിരക്കിന്ന് പറഞ്ഞു. പറയാം. നമുക്കിനോട് ഈ കത്രിക മൂർച്ചാക്കാൻ പറഞ്ഞില്ല എന്നോട് ഞാൻ. ആശാനെ നാരായട്ടിന്റെ ബ്ലൗസ് വീട്ടിൽ കൊണ്ട് കൊടുത്തക്ക പൈസ പണിക്കാലോ. എടുത്തു ബ്ലൗസ് കടയില്ലേ. എന്തിനാ നാരായണ ബ്ലൗസ് ആയിട്ട് അങ്ങോട്ട് പോണേ? ഓൾ ഇങ്ങോട്ട് വന്ന് കായാരണ്ടേ? അല്ല കൃഷ്ണാട്ടന്റെ ടൗസർ കൊണ്ട് കൊടുത്തക്ക. എന്തിനാ അവിടെ വെക്കണേ? അവരൊക്കെ ഇവിടെ വന്ന് കായ് വരുമ്പോഴല്ലേ കൊണ്ട് കൊടുക്കണേ? എന്നാ ആശാ വീട്ടിൽ പോയിട്ട് വാ, റസിയാത്തൊക്കെ സുഖമില്ല. എനിക്കൊരു കുഴപ്പമില്ല. റസിയാത്തക്ക് ഇപ്പൊ എന്റെ സൂത്രം കളി. முதலாளி டேய் குஞ்சுட்ட முதலாளி எங்க குஞ்சுட்ட முதலாளி? കുഞ്ഞുട്ട മുതലാളിയാ? ஆ കുഞ്ഞുട്ട മുതലാളി நம்ம இந்த கடையில் குஞ்சுட்ட முதலாளி. ഈ കടയുടെ മുതലാളി ഞാനാണ്. എന്താണ് നിങ്ങൾ ആരാണ്? அல்ல குஞ்சுட்ட முதலாளி കാണണം பார்க்கணும். ആ കുഞ്ഞുട്ട മുതലാളി എന്ന് പറഞ്ഞിട്ടൊരു മുതലാളി ഇവിടെ ഇല്ല. ഇവിടെ ഞാനാണ് പരികുട്ടി മുതലാളി ഉള്ള ഇവിടെ. அப்போ குஞ்சுட்ட இங்கே ஸ்டாஃபா? കുഞ്ഞുട്ടൻ ഇവിടെ തുഞ്ഞാൻ നിൽക്കണ ആളാണ്. എന്താ നിങ്ങൾക്ക് എന്താ ആവശ്യം? அந்த ஆளில் வந்து பார்க்கலாம். കുഞ്ഞുട്ടാ കുഞ്ഞുട്ടാ എന്താ കാട്ടണ അവിടെ? இந்த ஆளு தான். எடுங்க பைசா எடுங்க பைசா எடுங்க. പൈസ? ஆ എന്താ പൈസ? എന്താ പറണ്ട? பைசா எடுங்க. എന്താണ് എന്താ കടന്നു കൂട്ടുന്നത് കളിക്കുന്നത്? എന്താണ്? நான் வந்து முருகன். நான் வட்டி பரிசை கொடுக்கறதுக்கு இയാളെ வந்து എന്റെ കയ്യിൽ നിന്ന് 5000 രൂപ എടുത്തിருக்கு. 5000 രൂപ പലിശക്ക്? എന്താ നെജ്ജാല ഈ കാണിക്കണേ? എന്ത് ഈട് എന്നിട്ട്? இந்த கடை ഉങ്ങളാണെന്ന് പറഞ്ഞു. ഇജ്ജ് പറഞ്ഞു അങ്ങനെ? ആശാനെ നമ്മൾ പണിയെടുക്കുന്ന സ്ഥാപനം നമ്മളതായിട്ട് കാണുന്ന ആശാനല്ലേ പറഞ്ഞത്. അപ്പൊ സ്വന്തം സ്ഥാപനമായിട്ട് കണ്ടു. എടാ അനക്ക് പലിശക്ക് പണം എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ കാണാ? അങ്ങനെയോ? 2 വാരം ഞാൻ വരെ പൈസ തരല്ലേ? അതെ എടോ ചെങ്ങായി അനക്കൊന്ന് ചോദിച്ചിട്ട് കൊടുത്തൂടെ? ഈ ചെങ്ങായി ഇവിടെ തുന്നാൻ നിക്കണാണ്. എന്ത് പണിയാ കാണിക്കണേ? എപ്പോഴും വന്നാലും இந்த ആള് தான் ഇവിടെ കടയിലേക്ക്. അപ്പൊ അവനൊക്കെ ചോദിച്ചു ഞാൻ കൊടുത്തു. ആശാനെ ഒരാവശ്യം വന്ന് വീട്ടിലേക്ക് ചെറിയൊരു ആവശ്യമുണ്ട്, അയച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പൈസ കൊടുത്ത പൈസ പറ. കൊടുത്ത 1000 തന്നു. 1000 രൂപ? 1000 രൂപ തന്നു. എത്ര കൊടുത്തായി? 5000 രൂപ. എന്നിട്ട് 1000 രൂപ തന്നു കൊടുത്തു. ഇനി 4000 രൂപ തരണോ? എന്താ പരിപാടി? എന്താ ഒരു കശപിശ? വാസുറ്റേജ് ഒരു കഥ അറിഞ്ഞോ? ഈ പീട് കാണിച്ചിട്ട് 5000 രൂപ ഓന്റെ പലിശക്ക് കായ് എടുത്തത്. ആര് ഇവനോ? അത്യാവശ്യമായി പോയി. சாலை இந்த ஆளை வந்து இந்த வந்தப்படுறதுக்கு இந்த ஆளு சொன்னேன். இந்த கடை ஓனர் இந்த ஆளு தான். இந்த ആളല്ല ഓണർ. പിന്നെ ആര്? ഓണർ ഇതാ இந்த ആള്. இந்த ആള് ചെങ്ങായി இப்படிதான் தெரியும். തെരിയും തിരിയും ഒന്നല്ല. ഇവിടെ കായ് കൊടുക്കുമ്പോ ഇത് ആരാണ് എന്താന്ന് അന്വേഷിക്കണ്ടേ? ഓൻ കാസർഗോട്ടുകാരനാണ്. ഓൻ അങ്ങോട്ട് പോയി വെച്ച് എന്ത് ചെയ്യും? அது எல்லா செவ்வாய்க்கிழமையும் ഇവിടെ വരുമ്പോഴത്തേക്ക് ഉങ്ങളെ കാണും ഇല്ലയാ? ഇയാളെ தான் കാണും. ആ ചൊവ്വാഴ്ച ഞാൻ പർച്ചേസിങ്ങിന് പോണ ദിവസമാണ്. അല്ലാണ്ട് വേറെ ഒന്നല്ല. അതാണ് ഇന്നെ ഇവിടെ കാണാത്തത്. ആ ലെക്ക് നോക്കിയിട്ടാണ് ഇത് എടുത്തത്. എന്തായാലും എനിക്ക് ഇന്ന് കാശ് കിട്ടണം കിട്ടിയിട്ടേ പോകും. ഇയാളെ കുഞ്ഞോട്ട ഈ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എന്തിനാ കടം വാങ്ങിക്കുന്നത്? ഇവരൊക്കെ അന്യനാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. വെറുതെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടുമോ? ആര് തരില്ല എനിക്ക് പൈസ? പൈസ നിങ്ങൾക്ക് മറ്റേ പരികൂട്ടോട് ചോദിക്കണം, ഇല്ലെങ്കിൽ ഞാൻ തരും. രണ്ടും കാണും. അതേ ഈ ജാതി തൊലി വലിച്ചിട്ട് പോയാൽ ശരിയാവൂല കേട്ടോ. എന്നാ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ കായ് അങ്ങോട്ട് കൊടുത്തോ. എനിക്ക് ഇന്ന് കാശ് കിട്ടണം. ആശാനെ ഇതുപോലത്തെ ആളെ ഒരിടപാട് നമുക്ക് വേണ്ട. ആശാനെ എനക്ക് അഭിമാന വലുത് അല്ലേ? 4000 കൊടുത്തു ഒഴിവാക്കിക്കാള ആശാനെ. എവിടെ നിർത്തണ ഹംക്കെ? ഞാൻ കയ്യെടുത്ത് കൊടുക്കണം ഇജ്ജ് കാശ് കടം വാങ്ങിയിട്ട്. അതെ അണ്ണാ, ഊരെങ്കേ ഒരു തെങ്കാശി. തെങ്കാശിയാ? ഇവിടെ എത്രയായി വന്നിട്ട്? ഇവിടെ വന്നിട്ട് 25 കൊല്ലമായി കേരളാവില്. എല്ലാ ഇടത്തിലും ഞാൻ വട്ടി പറിച്ച് കൊടുത്തിരിക്കും. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ അല്ലേ? യാതൊരു കണ്ടിട്ടില്ല. അതൊരു കാര്യം ചെയ്യോ, എല്ലാവർക്കും പൈസ കൊടുക്കണ്ട? എല്ലാവർക്കും പൈസ കൊടുക്കും. എനിക്ക് ലേശം പൈസ വേണല്ലോ. എന്താ വേല? വേലൊക്കെ ഉണ്ട് നിറയെ. ഈ മരപ്പണി വേലെന്താ വേല? ആശാരിപ്പണിക്കാരനാണ് അവൻ. ആശാരിപ്പണി വിശ്വകർമ്മയാണ് അവൻ. എന്നും പണിക്ക് പോയാൽ നല്ല പൈസ കിട്ടും. പക്ഷേ ഉങ്ക വീടെങ്ക? വീട് പക്കത്തിൽ തന്നെ. വീട് பார்க்கணும். உங்களை வைஃபினை பார்க்கணும். വൈഫിനെ பார்க்கണതിന് உங்களை வேலைக்கு போகும்போதே
உங்களை வீட்டுல யாரு காணும் உங்களை வைஃப் தானே காணும் அப்ப பைசா கிடைக்கிறதுக்கு வைஃப் தானே பைசா தருது அதுக்கு பிரச்சனை இல்ல பிரச்சனை இல்ல நோ பிரச்சனை எங்க உங்களை வீட்டுக்கு போ பைசா என்ன கிடைக்கும் இந்த பைசா இந்த പൈസ നിങ്ങൾ അടുത്ത ആഴ്ച മുതൽ വാങ്ങോ அடுத்த வாரம் வரட்டுமா അടുത്ത ആഴ്ച വരുമ്പോത് നാങ്ക തരാം നോക്കാം தரோம் தரோம்ல உറപ്പ് നീ ഇപ്പൊ പോ கண்டிப்பா தரோம்ல അതൊക്കെ അവര് തരും தரும் എണീക്ക്. சரி പോ. ஓகே சரி ഇനി എന്നോട് ചോദിക്കണ്ട ആശാനോട് ചോദിച്ചാൽ മതി. പോ ആയിക്കോട്ടെ അതേ കൂടുതൽ പൈസ തരണം. കേട്ടോളേ സ്വഭാവം പൈസ. പൊട്ടാ സ്വഭാവം. ഏയ്. ആരോ ഓന്റെ ആ അല്ലാണ്ട് അന്റെ അല്ല ഇജ്ജ് ഇഞ്ഞ് ഇവിടുന്ന് ശമ്പളം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പണം ഞാൻ കുത്തി ചോർക്കും ഞാൻ